ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥ പറഞ്ഞു തുടങ്ങാം. 1957 അന്നത്തെ മെഡ്രാസിലെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്ന അവൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡ്രാസിൽ ഡിഗ്രി എടുത്തതിനു ശേഷം 1980കളിൽ അമേരിക്കയിലേക്ക് കുടിയേറുന്നു. വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിലൂടെ 1994 അന്നത്തെ ഇൻഫ്ലുവൻഷ്യലായ ഒരു ഇന്റർനെറ്റ് കമ്പനിയായ നെറ്റ്സ്കേപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആകുന്നു. പിന്നീട് ജംഗ്ലി എന്ന മറ്റൊരു കമ്പനിയുടെ പ്രസിഡന്റ് ആകുന്നു. 1998 ഈ കമ്പനിയെ ആമസോൺ അക്വയർ ചെയ്യുന്നു. അത് കാരണം ആമസോണിന്റെ ഫൗണ്ടറായ ജെഫ് ബെസോസിനോടൊപ്പം ക്ലോസ് ആയി വർക്ക് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഇതൊന്നുമല്ല ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. 1998 ഒരു ഗരാജിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടായിരുന്നു. അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഇദ്ദേഹം ആ സ്റ്റാർട്ടപ്പിൽ $2,50,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു. കൂടാതെ ആ കമ്പനിയുടെ ഫൗണ്ടേഴ്സായ ചെറുപ്പക്കാരായ 2 യുവാക്കളെ ഇദ്ദേഹം മറ്റു രീതിയിലും സഹായിക്കുന്നു. അദ്ദേഹത്തിന്റെ സിലിക്കൻ വാലിയിലെ കണക്ഷൻസിലൂടെ ഇവർക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നു. ജെഫ് ബെസോസിന്റെ അടുത്ത് നിന്ന് $2,50,000 ഇൻവെസ്റ്റ്മെന്റ് ആയി കിട്ടാൻ സഹായിക്കുന്നു. അന്ന് ആ ചെറിയ ഗരാജിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ആ സ്റ്റാർട്ടപ്പ് ആണ് ഇന്ന് ലോകത്ത് ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനായ ഗൂഗിൾ. ഇന്ന് ഗൂഗിളിന്റെ മാർക്കറ്റ് ക്യാപിറ്റൽ $2.4 ട്രില്യൺ ആണ്. 1,82,000 പേർ ഗൂഗിളിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഒരു ഇന്ത്യൻ ഇമിഗ്രന്റിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് അമേരിക്കയിലെയും ലോകത്തിലെയും ഏറ്റവും വലിയ 4ാമത്തെ കമ്പനി ഉണ്ടാകാൻ കാരണമായി എന്നതാണ്. മാത്രമല്ല ആ ഒരു ഇൻവെസ്റ്റ്മെന്റിലൂടെ അദ്ദേഹത്തിന് ബില്യണിയർ ആകാനും കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് രാം ശ്രീറാം എന്നാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട കഥയല്ല. അമേരിക്ക ഇന്നും ലോകശക്തിയായി നിലനിൽക്കുന്നതിൽ അവിടേക്ക് കുടിയേറിയവരുടെ റോൾ വളരെ വലുതാണ്. അമേരിക്കയുടെ ശക്തിയിൽ ഇമിഗ്രൻസിന്റെ റോള് ഡീറ്റെയിൽഡ് ആയി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വ്യൂവേഴ്സിന് വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യം പറയാം. US വേൾഡ് പവറായി തുടരാനുള്ള മറ്റൊരു പ്രധാന കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന AI പോലുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് മിക്കവാറും വരുന്നത് അവിടെ നിന്നായതുകൊണ്ടുകൂടിയാണ്. ഇന്ന് ട്രഡീഷണൽ ജോബ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. AI ആൻഡ് ഓട്ടോമേഷൻ ഒക്കെ നിങ്ങളുടെ സ്കിൽ സെറ്റിലേക്ക് ആഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ ത്രൈവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 3 മണിക്കൂറുള്ള ഈ ഹാൻഡ്സ് ഓൺ AI ട്രെയിനിങ് റെക്കമെൻഡ് ചെയ്യുകയാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും നൽകിയിട്ടുണ്ട്. യൂഷ്വലി ഇതൊരു പെയ്ഡ് കോഴ്സ് ആണ്. പക്ഷേ ന്യൂ ഇയർ പ്രമാണിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഞങ്ങളുടെ ആദ്യത്തെ 1000 വ്യൂവേഴ്സിന് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ ജോലി തിരയുന്നതിനും ശമ്പളം കൂട്ടിക്കിട്ടുന്നതിനും വേണ്ട സ്ട്രാറ്റജീസ്, സെക്കൻഡ്സിൽ കോംപ്ലക്സ് ഡാറ്റ സോൾവ് ചെയ്യുന്നത്, ബിസിനസ് സ്ട്രാറ്റജീസ് ഫ്രെയിം ചെയ്യുന്നത്, ഒപ്പം നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കും. കൂടാതെ 25ലധികം AI ടൂൾസും പഠിക്കും. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ടെക്കോ നോൺ ടെക്കോ ആകട്ടെ, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ, ഫ്രീലാൻസർ, ഓന്റർപ്രനർ, അങ്ങനെ എല്ലാ മേഖലകളിലും ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ 5000 രൂപ വരുന്ന AI ടൂൾസും നിങ്ങൾക്ക് ബോണസായി ലഭിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ട്രെയിനിങ്ങിൽ രജിസ്റ്റർ ചെയ്യും. ഒപ്പം അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഈ എക്സ്ക്ലൂസീവ് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആമസോണിന്റെ കാര്യം എടുത്താൽ, അതായത് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ 5ാമത്തെ കമ്പനിയുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് ജെഫ് ബെസോസിന്റെ സ്റ്റെപ്പ് ഫാദറായ മൈക്ക് ബെസോസ് ആണ്. അദ്ദേഹം ക്യൂബയിൽ നിന്ന് അമേരിക്കയിലേക്ക് 1962 അഭയാർത്ഥിയായി വന്ന ഒരാളാണ്. ഗൂഗിളിന്റെ കോഫൗണ്ടറായ സെർജെ ബ്രിൻ റഷ്യയിൽ നിന്ന് കുടിയേറിയ ആളാണ്. ഇന്നത്തെ ഗൂഗിളിന്റെ CEO ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ സുന്ദർ പിച്ചായി ആണ്. ഇന്നത്തെ ഏറ്റവും വലിയ 2ാമത്തെ കമ്പനിയായ എൻവിഡിയയുടെ ഫൗണ്ടർ ഹുവാങ് ജെൻസൺ തായ്വാനിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരാളാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. ഇന്ന് നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫോണായ ഐഫോൺ അമേരിക്കൻ കമ്പനിയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആപ്സിൽ എല്ലാം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, യൂട്യൂബ് ഇതെല്ലാം അമേരിക്കൻ പ്രോഡക്ട്സ് ആണ്. ഇന്ന് 30കളിലുള്ളവരിൽ പലരും ആദ്യമായി കണ്ട വിദേശ സിനിമ ഹോളിവുഡ് സിനിമയായ ടൈറ്റാനിക് അല്ലെങ്കിൽ മമ്മിയൊക്കെ ആയിരിക്കും. ഇപ്പോഴും മലയാളം, തമിഴ് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഏറ്റവും കൂടുതൽ കാണുന്നത് ഹോളിവുഡ് സിനിമകളായിരിക്കും. അമേരിക്കൻ ഫുഡ് ബ്രാൻഡ്സ് ആയ KFC, മെക്ഡൊണാൾഡ്സ് ഒക്കെ ഇന്ന് ലോകത്ത് ഒരുവിധം എല്ലായിടത്തുമുണ്ട്. അമേരിക്കൻ സോഫ്റ്റ് ഡ്രിങ്ക് ആയ കോള കുടിക്കാത്തവർ വിരളമായിരിക്കും. ടെക് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും പേർ ആഗ്രഹിക്കുന്നത് ടോപ്പ് അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യാനായിരിക്കും. ചുരുക്കത്തിൽ അമേരിക്ക എന്ന രാജ്യത്തിന്റെ സർവാധിപത്യമാണ് ലോകത്തിന്റെ എല്ലാ മുക്കിനും മൂലയ്ക്കും നമുക്ക് കാണാൻ കഴിയുക. എങ്ങനെയാണ് അമേരിക്ക എന്ന ഒരു രാജ്യത്തിന് മാത്രം ഇതിന് സാധിച്ചത് എന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഏറ്റവും ഡൈവേഴ്സ് ആയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ഇപ്പൊ കുറച്ച് മാറ്റമുണ്ടെങ്കിലും കുറെ വർഷങ്ങളായുള്ള അവരുടെ പോളിസി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ ആകർഷിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും മികച്ച കുറെ യൂണിവേഴ്സിറ്റികൾ ഉള്ളതുകൊണ്ട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ. ഞാൻ കുറച്ചു മുമ്പ് മോഹക് മംഗൾ എന്ന ചാനലിലെ ഒരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. ഇന്ത്യയിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളിൽ ഒന്നായ IIT JEE ടോപ്പേഴ്സ് ഒക്കെ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നതാണ് ആ വീഡിയോയുടെ ടോപ്പിക്. അതിലൊരുവിധം എല്ലാവരും ഇപ്പൊ അമേരിക്കയിലാണുള്ളത്. ഒരു റിസർച്ച് കാണിക്കുന്നത് IIT JEE ടോപ്പേഴ്സിൽ ആദ്യത്തെ 1000 പേരെ എടുത്താൽ അതിൽ 38% അമേരിക്കയിലേക്ക് കുടിയേറുന്നുണ്ട്. ആദ്യത്തെ 100 പേരെ എടുത്താൽ 62% പേർ അമേരിക്കയിലേക്ക് കുടിയേറുന്നു. ഇനി ആദ്യത്തെ 10 പേരെ എടുത്താൽ 90% പേർ അമേരിക്കയിലേക്ക് കുടിയേറുന്നു. അതായത് ഇന്ത്യയിലെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഡിഫോൾട്ട് ഡെസ്റ്റിനേഷൻ ആണ് അമേരിക്ക. ഇത് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളിലെയും ബ്രൈറ്റ് ആയ സ്റ്റുഡൻസ് അമേരിക്കയിലേക്ക് കുടിയേറുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ ടോപ്പ് കമ്പനികളുടെ CEOസിനെ നോക്കിയാൽ പലരും അവിടേക്ക് കുടിയേറിയവരാണ്. അതിൽ തന്നെ
പലരും ഇന്ത്യൻ വംശജരാണ്. ശരിക്കും അമേരിക്കയുടെ ഈ നേട്ടം ഒരു തരത്തിൽ ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളുടെയും നഷ്ടമാണ്. കാരണം അനുകൂലമായ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ അമേരിക്കയിൽ എന്താണോ ചെയ്യുന്നത് അത് ഇന്ത്യയിൽ ചെയ്യാൻ കഴിയുമായിരുന്നു. ഗൂഗിൾ, ആപ്പിൾ, എൻവിഡിയ, ഓപ്പൺ എഐ പോലുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സും കമ്പനികളും ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ കാരണം ഇത് നടക്കുന്നില്ല. നോബൽ പ്രൈസിന്റെ കാര്യമെടുത്താൽ 40% നോബൽ പ്രൈസ് വിന്നേഴ്സ് അമേരിക്കയിൽ നിന്നാണ്. അതിൽ 40% ഇമിഗ്രൻസ് ആണ്. ഒരു രാജ്യത്തെ സൂപ്പർ പവറായി തുടരാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടേഴ്സിൽ ഒന്ന് അവിടെ നിന്നുണ്ടാകുന്ന സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആയിരിക്കും. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അമേരിക്കയുടെ സർവാധിപത്യം തുടരാൻ തന്നെയാണ് സാധ്യത. അമേരിക്ക ഗ്ലോബൽ പവർ ആയതിന് പിന്നിലെ മറ്റ് ഫാക്ടേഴ്സിനെ കുറച്ച് കാണുന്നില്ല. ഉദാഹരണത്തിന് രണ്ട് സൈഡിലും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടത് കാരണം ഒരു ലാർജ് സ്കെയിൽ ഫോറിൻ ആക്രമണത്തിന് സാധ്യതയില്ലാത്തത്, ലോകം മുഴുവനുമുള്ള അവരുടെ മിലിറ്ററി പ്രസൻസ്, അവർ നടത്തുന്ന പ്രോക്സി യുദ്ധങ്ങൾ, മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത്, ഗവൺമെന്റുകളെ അട്ടിമറിക്കുന്നത്, രണ്ടാം ലോക മഹായുദ്ധം മറ്റെല്ലാ വലിയ ശക്തികളെയും സാമ്പത്തികമായി ബാധിച്ചപ്പോൾ അമേരിക്കയെ ബാധിക്കാത്തത്, ആയുധങ്ങൾ കയറ്റി അയക്കുന്നത്, ഇംഗ്ലീഷ് ലോക ഭാഷയായി മാറിയത്, ഡോളർ ഗ്ലോബൽ കറൻസി ആയത്, നേറ്റോ പോലുള്ള ഒരു അലയൻസ് ഉണ്ടാക്കിയത്, തീർച്ചയായും ഈ ഫാക്ടേഴ്സ് ഒക്കെ അമേരിക്കയെ ഏറ്റവും വലിയ പവറായി തുടരുന്നതിന് സഹായിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പവർഫുൾ ആയ രാജ്യമായതുകൊണ്ട് അമേരിക്കയിലെ എല്ലാവരും സുഖമായി സന്തോഷമായി ജീവിക്കുകയാണെന്ന് കരുതരുത്. ഉദാഹരണത്തിന് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ് അമേരിക്കയിലുള്ളത്. പിന്നെ പണക്കാർ പാവപ്പെട്ടവർ എന്ന വേർതിരിവ് അമേരിക്കയിൽ നന്നായുണ്ട്. അവിടെ ഉയർന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒന്നല്ല. പിന്നെ നേരത്തെ പറഞ്ഞ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിൽ ഭൂരിഭാഗവും നടക്കുന്നത് കാലിഫോർണിയ എന്നൊരു സ്റ്റേറ്റിൽ മാത്രമാണ്. മറ്റ് പല കാര്യങ്ങളിലും വളരെ മോശം അന്തരീക്ഷമുള്ള ഒരുപാട് സ്ഥലങ്ങൾ അമേരിക്കയിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോഴും എവല്യൂഷൻ സിലബസിൽ ചേർക്കാതെ ക്രിയേഷനിസം പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഒരു സ്ഥലത്തുകൂടെ സഞ്ചരിച്ചപ്പോൾ ബ്ലാക്സ് ആൻഡ് ഫോറിനേഴ്സ് ആർ നോട്ട് വെൽക്കം എന്നെഴുതിയ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഓർക്കുന്നു. അതായത് ചില ഭാഗങ്ങളിൽ റേസിസം നന്നായിട്ടുണ്ട്. പിന്നെ അമേരിക്കയിലെ അവസാനിക്കാത്ത തോക്കുകൾ കൊണ്ടുള്ള ആക്രമണം കാരണം യൂറോപ്പിലെത്തിയ അമേരിക്കൻസ് തിരിച്ചു പോകാൻ പേടിക്കുന്നത് പേഴ്സണലി കണ്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു രാജ്യം ഗ്ലോബൽ പവർ ആവുക എന്നതുകൊണ്ട് ആ രാജ്യത്തിലെ എല്ലാവർക്കും ഗുണമുണ്ടാകണമെന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഗ്ലോബൽ പവർ ആവുക എന്നതായിരിക്കരുത് ഒരു രാജ്യത്തിലെ ജനതയുടെ ലക്ഷ്യം. മറിച്ച് ഭൂരിഭാഗം പേർക്കും ഹാപ്പിയായി ജീവിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പോളിസീസ് ഉള്ള ഒന്നായിരിക്കണം. മതം, നിറം, വംശം, രാജ്യം ഇതൊന്നും നോക്കാതെ ലോകത്ത് ഏത് ഭാഗത്തു നിന്നാണെങ്കിലും അവരെയൊക്കെ സ്വാഗതം ചെയ്ത് സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു ഫാക്ടറിന്റെ കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ മാതൃകയായി സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ അമേരിക്ക ഗ്ലോബൽ പവർ ആയതിന് പിന്നിലെ ഇമിഗ്രൻസിന്റെ റോളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ട്രെയിനിങ്ങിൽ താല്പര്യമുള്ളവർ അതിൽ പങ്കെടുത്ത് നോക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 1000 വ്യൂവേഴ്സിന് ട്രെയിനിങ് ഫ്രീ ആണ്. വളരെ ഉപകാരപ്രദമായ ഒരുപാട് AI ടൂൾസ് നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിൽ പഠിക്കാൻ കഴിയും. എന്നാൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.